അങ്ങനെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അപരോധിതനായി. നല്ല കാര്യം. ഇദ്ദേഹം ക്യാബിനറ്റ് മീറ്റിങ്ങിന് ശേഷം പത്രക്കാരെ ബ്രീഫ് ചെയ്യുമ്പോൾ ക്യാബിനറ്റ് തീരുമാനങ്ങൾ അറിയിച്ചു. 10 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് വരുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. പിണറായി വിജയൻ വന്നു കഴിഞ്ഞ് വരുത്തിയ പരിഷ്കാരമായിരുന്നു ക്യാബിനറ്റ് മീറ്റിങ്ങിന് ശേഷമുള്ള പ്രസ് ബ്രീഫിംഗ് ഇനി ഉണ്ടാവില്ല എന്നുള്ളത്. പിണറായി വിജയൻ ചോദ്യം ചെയ്തു ആൾക്കാർ. അദ്ദേഹം പറഞ്ഞു, ക്യാബിനറ്റിൽ പല കാര്യങ്ങളും തീരുമാനിക്കും, അത് ചിലതൊക്കെ മാത്രമേ എക്സിക്യൂട്ടീവ് ഓർഡറായിട്ട് പുറത്തിറങ്ങാറുള്ളൂ. എക്സിക്യൂട്ടീവ് ഓർഡർ ജനങ്ങൾ അറിഞ്ഞാൽ മതി. ചില കാര്യങ്ങൾ ക്യാബിനറ്റിൽ തീരുമാനിച്ചാലും അത് പിന്നീട് നടപ്പാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, പിന്നെ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് അബദ്ധമാണ്, അത് വേണ്ട, ഇങ്ങനെയൊക്കെ തോന്നിക്കഴിയുമ്പോൾ അത് പുറത്ത് പറയേണ്ടി വരും. അപ്പോൾ ആൾക്കാരെല്ലാം കൂടെ അതെന്ത് മര്യാദയാണ്, ക്യാബിനറ്റ് തീരുമാനിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കും. ഇത് ഒഴിവാക്കാനായിട്ട് പിണറായി വിജയൻ എന്ത് ചെയ്തു? തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഘട്ടമാണ് GO ആയിട്ട്, എക്സിക്യൂട്ടീവ് ഓർഡറായിട്ട്, ഗവൺമെൻറ് ഓർഡറായിട്ട് ഇറങ്ങുന്നത്. ആ ഗവൺമെൻറ് ഓർഡർ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതല്ലാതെ ഞാൻ വന്ന് പത്രക്കാരുടെ മുമ്പിലിരുന്ന് ഇന്നത് തീരുമാനിച്ചു, അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു എന്നൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അധ്യായം അങ്ങ് ക്ലോസ് ചെയ്തു. ആൾക്കാർ ഇത് വിവരാവകാശ നിയമത്തിൻ്റെ ലംഘനമാണ് എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ആ പെറ്റീഷൻ എടുത്ത് ഒരു നോട്ടീസ് വെച്ച് പരിണത്ത് വെച്ചു. ഇന്ന് വരെ 10 വർഷമായിട്ട് ആ കേസ് ലിസ്റ്റ് ചെയ്യുകയോ ആർഗ്യുമെൻറ്റ്സ് നടക്കുകയോ കോടതി വിധി വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ആ സംഭവം എല്ലാവരുടെയും വിസ്മൃതിയിലേക്ക് പോയി. ഏതായാലും വി ഡി സതീശൻ ഇക്കാര്യമൊന്നും അറിഞ്ഞിട്ടായിരിക്കില്ല. അദ്ദേഹം പഴയ ഉമ്മൻചാണ്ടിയുടെ അതേ സ്റ്റൈലിൽ പത്രസമ്മേളനം നടത്തി പത്രക്കാരോട് എല്ലാം വിളിച്ചു പറഞ്ഞു. ആ ചിലവൊക്കെ ചുരുക്കാൻ തീരുമാനിച്ചു. പിന്നെ ആശാ വർക്കേഴ്സിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. 3000 രൂപ ഇപ്പോൾ കൂട്ടിക്കൊടുക്കുന്നു, ബാക്കി പിന്നെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങും. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നാലെ വരും. ഇതിൻ്റെ ഡീറ്റെയിൽസാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇപ്പോൾ മെയ് 15 സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര തുടങ്ങും എന്ന് പറഞ്ഞിരുന്നു എന്നും അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ച് BJPയുടെ മഹിളാ മോർച്ച സമരം നടത്തി. ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുക. അപ്പോൾ അതിൽ ഒരു ബസ്സിലെ കണ്ടക്ടർ സ്ത്രീയാണ്. അവർ ഈ സമരക്കാരുടെയൊക്കെ ടിക്കറ്റ് അവർ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ട് ടിക്കറ്റ് കീറിപ്പോലും. എന്തുമായിക്കോട്ടെ, അവർ അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. നിയമം അനുസരിച്ച് ഒരാൾ ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്നില്ല, എന്താണ് കണ്ടക്ടർ ചെയ്യേണ്ടത്? എനിക്ക് സൗകര്യമില്ല, ഞാൻ എടുക്കുന്നില്ലല്ലോ, ഓടോ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടർ നിയമപരമായിട്ട് ചെയ്യേണ്ടത് ബസ് നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിടുക, എന്നിട്ട് ഈ ആളിനെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുക. അപ്പോൾ മഹിളാ മോർച്ചക്കാരോടും ഇതേ നിലപാടാണ് KSRTC ബസ്സിലെ ആ കണ്ടക്ടർ, ആ വനിതാ കണ്ടക്ടർ, അവരുടെ പേരൊന്നും എനിക്കറിയില്ല, അവരും ചെയ്യേണ്ടിയിരുന്നത് അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ബസ് കൊണ്ടുപോവുക. ഇങ്ങനെ 5-6 പേര് കയറി സാറേ, അവർ ടിക്കറ്റ് എടുക്കുകയില്ല, അവരെന്തോ സമരമാണ് എന്ന് പറയുന്നു. പോലീസുകാർ ഇവരെ ഇറക്കിയിട്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടും. വീണ്ടും ബസ്സിൽ കയറണമെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പോക്കോ എന്ന് പറയും. ഇതാണ് ചെയ്യേണ്ടതല്ല. സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ട് സമരക്കാരുടെ ടിക്കറ്റും കൂടെ എടുക്കേണ്ട കാര്യമൊന്നും കണ്ടക്ടർക്കില്ല. ഈ മഹിളാ മോർച്ചയുടെ സമരത്തെ ഒരുപാട് പേര് ഫേസ്ബുക്ക് വഴിയും അല്ലാതെയൊക്കെ പരിഹസിക്കുന്നത് ഞാൻ കണ്ടു. വാസ്തവത്തിൽ മഹിളാ മോർച്ചയ്ക്കൊരു പോയിൻ്റുണ്ട്. എന്തുകൊണ്ടാണ് അവരിത് ചെയ്തത്? മെയ് 15 മുതൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞത് KC വേണുഗോപാലാണ്. KC വേണുഗോപാലും രമേഷ് പിഷാരുടെയും കൂടെ
ബസ്സുകളിൽ കയറി ഇത് പറഞ്ഞു. പാലക്കാട്ടൊക്കെ എല്ലാവർക്കും അറിയാം മെയ് 15 മുതലാണ്. മെയ് 15 മുതൽ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് കെ സി വേണുഗോപാലിനെ അറിയാവുള്ളൂ. ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ ആൾക്കാർ പറയുന്നത്, അല്ല, മെയ് 4-ാം തീയതി റിസൾട്ട് വരും, അപ്പോൾ ഒരു 11 ദിവസം മതിയല്ലോ മന്ത്രിസഭ ഉണ്ടാക്കാനും വകുപ്പ് വിഭജിക്കാനും തീരുമാനം എടുക്കാനും ഒക്കെ ആയിട്ട്. ഒരു 10 ദിവസം, അപ്പോൾ 10 4 14, ശരി 15-ാം തീയതി പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. പിന്നെ അതിങ്ങനെയൊക്കെ വരുമെന്ന് ആരും വിചാരിച്ചില്ല എന്ന് കെ സി വേണുഗോപാലിൻ്റെ ആൾക്കാർ. ശരി, അത് അവർ വിചാരിച്ചു. ഇതൊന്നും മഹിളാ മോർച്ചയ്ക്ക് അറിയില്ലല്ലോ. മഹിളാ മോർച്ച 15-ാം തീയതി നിങ്ങൾ സൗജന്യം തരാമെന്ന് പറഞ്ഞു. എന്താണ് 15-ാം തീയതി പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ട കാര്യം? അല്ല, അത് മന്ത്രിസഭ ഉണ്ടാക്കിയില്ല. മന്ത്രിസഭ ഉണ്ടാക്കാൻ ഞങ്ങളുടെ കുറ്റമാണ്. 15-ാം തീയതിക്കുള്ളിൽ മന്ത്രിസഭ ഉണ്ടാക്കിയാൽ മാത്രം സൗജന്യം എന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്. മെയ് 15 മുതൽ സൗജന്യം എന്ന് പറഞ്ഞു. ഞങ്ങൾ ബസ്സിൽ കയറി. ഇതാണ് അവരുടെ ന്യായം. അവർ പറയുന്നത് ന്യായമല്ലേ? അവർക്കൊരു പോയിൻ്റില്ലേ? ഉണ്ട്. പക്ഷേ എല്ലാവരും അവർക്കെന്തോ സാമാന്യ ബുദ്ധിയില്ല, അത് ഇത് എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചുകൊണ്ടിരുന്നു. ഇതിലെന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ മഹിളാ മോർച്ചയെ സപ്പോർട്ട് ചെയ്ത് രംഗത്തിറങ്ങിയില്ല എന്നുള്ളതാണ്. മുതിർന്ന നേതാക്കളല്ലേ ഇത് വിശദീകരിക്കേണ്ടത്, അതല്ല മഹിളാ മോർച്ചക്കാർ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. മഹിളാ മോർച്ച ഇപ്പോൾ ഒരാൾ പാർട്ടിയിലെ ഒരാൾ കുഴപ്പത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ ഡിഫെൻഡ് ചെയ്യേണ്ട ജോലി അയാളുടേതല്ല, മറ്റുള്ളവരുടേതാണ്. മറ്റുള്ളവർ ചെയ്യുമ്പോഴേ അത് ഏൽക്കുകയുള്ളൂ. ഇയാൾ തന്നെ ഞാൻ നിഷ്കളങ്കനാണ് നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് കേൾക്കാനാ? അത് ഒരു ശരിയായ കാര്യമല്ല. ബി ജെ പി നേതാക്കൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. നിങ്ങളുടെ തന്നെ ആൾക്കാർ ഒരു സമരം ചെയ്യുമ്പോൾ അതിനെ പരിഹസിക്കാൻ ആൾ കൂടിക്കഴിഞ്ഞാൽ ആ പരിഹാസം അസ്ഥാനത്താണെന്നും ഇതാണ് യാഥാർത്ഥ്യമെന്നും ബോൾഡായിട്ട് പറയാൻ ബി ജെ പി നേതാക്കൾ തയ്യാറാവണം. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബി ജെ പിയിൽ ഏറ്റവും വീര്യത്തോടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് സമരരംഗത്ത് നിൽക്കുന്നതും പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നതും 10 ആൾ കൂടുന്നതും ഒക്കെ മഹിളാ മോർച്ചക്കാർക്കാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ യുവമോർച്ചയാണെങ്കിലും മറ്റാരെങ്കിലും. ബാക്കി ഘടകങ്ങളൊക്കെ ഉണ്ട് ബി ജെ പിക്ക്. പക്ഷേ അവരെക്കാളെല്ലാം ഉശിരും ചുണയുമുള്ളൊരു വിഭാഗം മഹിളാ മോർച്ചയാണ്. അവരെ ഒരു കുഴപ്പത്തിൽ സംരക്ഷിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകാഞ്ഞത് മോശമായി പോയി. എന്ത് വൈകിക്കോട്ടെ, ദാറ്റ്സ് എ മൈനർ ഇഷ്യൂ. ഈ കെ എസ് ആർ ടി സിയിൽ എങ്ങനെ സൗജന്യം കൊടുക്കും എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ കണ്ടീഷൻ പിന്നാലെ വരുമെന്ന് പറയുന്നു. കണ്ടീഷൻ മിക്കവാറും വളരെ കടുപ്പപ്പെട്ടതായിരിക്കും. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, കെ എസ് ആർ ടി സിയെ കൊല്ലാനിട്ടിരിക്കുകയായിരുന്നു പിണറായി വിജയൻ. അതിനെ തുടർന്നാണ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക കമ്പനി തുടങ്ങിയത്. പിന്നെ കെ എസ് ആർ ടി സിയും സ്വിഫ്റ്റും ചേർന്നോടിക്കുന്ന ചില ബസ്സുകൾ എന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എന്ന് എഴുതി കാണിക്കും, ചിലതിൽ സ്വിഫ്റ്റ് എന്ന് മാത്രം എഴുതി കാണിക്കും, ചിലതിൽ കെ എസ് ആർ ടി സി എന്ന് മാത്രം കാണിക്കും. കെ എസ് ആർ ടി സിയിലെ കൊള്ളാവുന്ന ബസ്സുകളെല്ലാം സ്വിഫ്റ്റിന് കൈമാറി. ജീവനക്കാരെ മുഴുവൻ കെ എസ് ആർ ടി സിയിൽ നിലനിർത്തി. സ്വിഫ്റ്റിൽ ജോലി ചെയ്യുന്നവരെല്ലാം തന്നെ താൽക്കാലിക ജീവനക്കാരാണ്. അവരുടെ കയ്യിൽ നിന്ന് 20,000-ഓ 30,000-ഓ മറ്റോ സെക്യൂരിറ്റി തുക വാങ്ങിച്ചിട്ടുണ്ട്. ആ ബസ്സിന് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഇയാളുടെ സെക്യൂരിറ്റിയിൽ നിന്ന് പിടിക്കും. ഇയാൾക്ക് ജോലി സ്ഥിരതയുമില്ല. അങ്ങനെ സ്വിഫ്റ്റ് ഭംഗിയായിട്ട് നടക്കുന്നു. കാരണം ഇപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന് പറഞ്ഞാൽ മാത്രമേ മലയാളി ജോലി ചെയ്യുകയുള്ളൂ എന്നാണ് അനുഭവത്തിൽ നിന്ന് പിണറായി വിജയൻ സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങേരുടെയൊക്കെ തന്നെ ആൾക്കാരാണ് ഇത് മുടിച്ച് കയ്യിൽ കൊടുത്തത്. അപ്പോൾ കെ എസ് ആർ ടി സിയെ ആവുന്നത്ര കാലിയാക്കുക. കെ എസ് ആർ ടി സി പുതിയ ബസ്സുകൾ വാങ്ങുന്നു, വോൾവോ ബസ് വാങ്ങുന്നു, AC ബസ് വാങ്ങുന്നു. നമ്മളുടെ ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ ഒരുപാട് അനൗൺസ്മെൻ്റൊക്കെ നടത്തി കുറച്ച് ബസ്സുകൾ വാങ്ങുകയും ചെയ്തു. ഈ ബസ്സുകളൊക്കെ അതിൻ്റെ ഉദ്ഘാടനം ഇതൊക്കെ നടക്കുമ്പോൾ ഞാനതിൻ്റെ മുൻവശത്തെ ബോർഡ് ശ്രദ്ധിക്കും. അതിലെഴുതിയിരിക്കുന്നത് സ്വിഫ്റ്റ് എന്നാണ്, കെ എസ് ആർ ടി സി എന്നല്ല. അപ്പോൾ വാങ്ങുന്നതൊക്കെ സ്വിഫ്റ്റിനുള്ള ബസ്സുകളാണ്. പറയുമ്പോൾ കെ എസ് ആർ ടി സി എന്നൊക്കെ പറയും എന്നേ ഉള്ളൂ.
KSRTCയെ കൊല്ലാനിട്ടിരിക്കുകയാണ്. ഇത് വി ഡി സതീശനും അറിയാം. വി ഡി സതീശൻ വിചാരിച്ചു ഏതായാലും കൊല്ലാനിട്ട സാധനം അതിൻ്റെ പുറത്ത് കുറച്ചുകൂടെ ഭാരം കയറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ്, കുറച്ചുകൂടെ നേരത്തെ ചാകുമായിരിക്കും, ഇത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് വി ഡി സതീശനും ധൈര്യമായിട്ട് സ്ത്രീകൾക്ക് സൗജന്യം KSRTCയിൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ വിശദീകരണം വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, സ്വിഫ്റ്റിൽ സൗകര്യമില്ല, ഓർഡിനറി ബസ്സിൽ മാത്രമേ സൗജന്യമുള്ളൂ. ഫാസ്റ്റ് പാസഞ്ചറിലോ എക്സ്പ്രസ്സിലോ സൂപ്പർ എക്സ്പ്രസ്സിലോ സൂപ്പർ ഫാസ്റ്റിലോ മിന്നൽ ഫാസ്റ്റിലോ ഇതിലൊന്നും തന്നെ സൗജന്യമില്ല. പിന്നെ ആദ്യത്തെ 10 കിലോമീറ്റർ മാത്രമാണ് സൗജന്യം, അതിനപ്പുറത്തേക്ക് സൗജന്യമില്ല. മഞ്ഞക്കാർഡുള്ളവർക്ക് മാത്രമേ സൗജന്യം. ഇങ്ങനെയൊക്കെ കണ്ടീഷൻസ് വരും. ചുരുക്കി പറഞ്ഞ് ഒരു ബസ്സിൽ കയറണോ വേണ്ട എന്നൊരു സ്ത്രീക്ക് തീരുമാനിക്കാനായിട്ട് ആധാർ കാർഡ്, പാൻ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, റേഷൻ കാർഡ് ഇതുപോലത്തെ കാർഡുകളുടെയൊക്കെ നിറവും സംഗതിയൊക്കെ നോക്കിയിട്ട് വേണം ബസ് കയറാൻ. അപ്പോൾ അവസാനം ഇവരെന്ത് വിചാരിക്കും, ഈ കാർഡെല്ലാം ബാഗിൽ തന്നെ വെച്ച് പൂട്ടിയിട്ട് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഈ സൗജന്യം പ്രഖ്യാപിച്ചതാണ് കർണാടക. അവരുടെ നടുവിടിഞ്ഞ് പണ്ടാരണങ്ങി അവസാനം അത് നിർത്തിവെച്ചു. കാരണം സ്ത്രീകളെല്ലാം കൂടെ ചുമ്മാ അങ്ങ് യാത്ര ചെയ്യുകയാണെന്ന്. കർണാടകത്തിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ടല്ലോ. ഇവർ രാവിലെ കയറിയിട്ട് ധർമ്മസ്ഥല കയറി അങ്ങിരിക്കും. 10-35 സ്ത്രീകൾ കൂടിയിട്ട് ധർമ്മസ്ഥലയ്ക്ക് പോവുക, ഫ്രീ. ധർമ്മസ്ഥലയിലുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ, അവിടെ പോകുന്നവർക്ക് അവിടെ ഭക്ഷണം ഫ്രീ ആണ്. ആ ഭക്ഷണം കഴിഞ്ഞിട്ട് അടുത്ത ബസ്സിന് തിരിച്ച് ഇവരുടെ സ്ഥലത്തേക്ക് പോരും, ഫ്രീ. അപ്പോൾ ഒരു ദിവസം 10 പൈസ ചിലവില്ലാതെ അവരുടെ തീർത്ഥാടനം ഭംഗിയായിട്ട് നടക്കുന്നു. സ്ത്രീകൾക്ക് സൗജന്യമാണ്, കൊടുത്തല്ലേ പറ്റുള്ളൂ. ഇതേ അവസ്ഥ കേരളത്തിലും വരും. എറണാകുളത്തുകാരി പെണ്ണുമ്പിള്ള വണ്ടി കയറിയിട്ട് നേരെ തിരുവനന്തപുരത്ത് ഇറങ്ങി ആറ്റുകാലും പത്മനാഭസ്വാമിയൊക്കെ തൊഴുതിട്ട് നേരെ സന്ധ്യയായി കഴിയുമ്പോൾ അടുത്ത ബസ്സിന് തിരിച്ച് എറണാകുളത്തേക്ക് വരും. ഭർത്താവ് അവരെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരും. എങ്ങനെ ഇരുന്നടി, ആ സുഖം ചില്ലിക്കാശ് ചിലവായില്ല, പോയിട്ട് വന്നു എന്ന് പറയും. ഇതിനൊക്കെ സർക്കാർ സബ്സിഡി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്ത് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇനി അത് കഴിഞ്ഞു ഏറ്റവും വലിയ പ്രഖ്യാപനം, അത് പുള്ളി പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല, പറഞ്ഞാൽ തല്ല് കിട്ടും. അതുകൊണ്ട് വി ഡി സതീശൻ അത് പറഞ്ഞില്ല. പക്ഷേ അതൊരു ഉത്തരവായിട്ട് പുറത്തിറങ്ങി. 3.95 കോടി രൂപ ഈ മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായിട്ട്. എന്ത് ഇതിനും മാത്രം വലിയ അറ്റകുറ്റപ്പണി? എനിക്ക് മനസ്സിലായി. ഓരോ ബംഗ്ലാവിൻ്റെയും പ്രത്യേകം എഴുതിയിട്ടുണ്ടാകും ഉത്തരവിൽ. ഇന്ന ബംഗ്ലാവിന് 40 ലക്ഷം, മറ്റതിന് 80 ലക്ഷം, പൗർണമി അതിനാണ് 80 ഏകദേശം 81 ലക്ഷം. നിങ്ങളൊന്ന് ആലോചിച്ചു, 81 ലക്ഷത്തിന് നമുക്ക് ഒരു 2 നില വീട് സാമാന്യം ഭംഗിയായിട്ട് വെച്ച് തീർക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പ്ലോട്ടിൽ ഒരു വില്ല വയ്ക്കാനുള്ള കാശാണ് 81 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും എറണാകുളം പോലെ അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള സിറ്റിയിൽ. ഗ്രാമപ്രദേശത്ത് പോയി കഴിഞ്ഞാൽ 81 ലക്ഷം ഒന്നും ഇപ്പോഴും വേണ്ട. ഒരു 10, 30, 40 ലക്ഷം രൂപയ്ക്കൊരു വീട് തീരും. അപ്പോൾ ആ അവസ്ഥയിലാണ് അറ്റകുറ്റപ്പണിക്ക് 80 ലക്ഷം, 40 ലക്ഷം, 47 ലക്ഷം, 39 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാർ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട്. ഇത് എനിക്ക് മനസ്സിലാവുള്ള ഇത്ര വലിയ അറ്റകുറ്റപ്പണി എന്താ? അപ്പോൾ LDF സർക്കാർ കഴിഞ്ഞ 10 മാസമായിട്ട് ഒരു 20 കിലോ വരുന്ന ഇരുമ്പിൻ്റെ കൂടമെടുത്തിട്ട് താമസിക്കുന്ന വീട് തല്ലിപ്പൊളിച്ചിട്ടിട്ട് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ ഇത്ര വലിയ മെയിൻ്റനൻസ് വരില്ല, അറ്റകുറ്റപ്പണി കാണില്ല. അപ്പോൾ ഇപ്പോൾ CPMകാർ അതിൽ കയറി പിടിച്ചു. നിങ്ങൾ നടത്തുമ്പോൾ അറ്റകുറ്റപ്പണി, ഞങ്ങൾ നടത്തുമ്പോൾ മോടി പിടിപ്പിക്കൽ. ഈ വാക്കുകൾ കൊണ്ടുള്ള കളിയുണ്ട്. പിണറായി വിജയൻ വീടിന് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് മോടി പിടിപ്പിക്കൽ, VD സതീശൻ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് അറ്റകുറ്റപ്പണി. ഇതാണ്. അപ്പോൾ ഇവർ ഇപ്പോൾ ഈ ബംഗ്ലാവിൽ എന്ത് പണിയാണ് ഇത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി എനിക്ക് തോന്നുന്നു ഈ ഷാൻഡ്ലിയറൊക്കെ ഉണ്ടല്ലോ,
കയറി ചെല്ലുന്ന സ്വീകരണ മുറിയിൽ തൂക്കുന്ന വലിയ കമ്പും കവരയൊക്കെ ഉള്ള വിളക്ക്, അതിനൊക്കെ 10-20 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഫോറിൻ സാധനമൊക്കെ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ 25 ലക്ഷം 30 ലക്ഷം ഒറ്റയടിക്ക് ആ ഷാൻലിയറിൽ പോകും. ഇനി അങ്ങനെ വല്ലതുമാണോ? പിന്നെ കാർപ്പറ്റ് അത് ഇതൊക്കെ മാറ്റി ഇതുപോലത്തെ പണികളൊക്കെ ചെയ്യും. പിന്നെ വാസ്തുവിൽ വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. ചോദിച്ചാൽ ആരും പറയില്ല, പക്ഷേ രഹസ്യമായിട്ട് അവർ വാസ്തു കൊണ്ടുവന്ന് കാണിക്കും. അപ്പോഴേ ചേട്ടാ ഒന്ന് നോക്കണമല്ലോ. എന്ത് നോക്കാൻ? മന്ത്രിയല്ലേ ഇപ്പോൾ. അല്ല, അത് തന്നെയാണ്. എൻ്റെ മന്ത്രിസ്ഥാനം തെറിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഈ വീടിന് കുഴപ്പമുണ്ടോ എന്നൊന്ന് നോക്കണം. അപ്പോൾ വാസ്തുക്കാരൻ, പുള്ളി വന്നു പോയില്ലേ, വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും പറയണ്ടേ. അപ്പോൾ പുള്ളി പറയും, ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ അടുക്കളയുടെ കണക്ക് അത്ര ശരിയല്ല, ഇത് ശകലം കൂടെ കിഴക്കോട്ടെടുക്കണം. അല്ല, ശകലം കൂടെ കിഴക്കോട്ടെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഭിത്തി പൊട്ടിച്ച് അത്രയും അങ്ങോട്ട് മാറ്റേണ്ടി വരില്ലേ. അതെ, അത് ചെയ്യണം. അതല്ലെങ്കിൽ ഇവിടെ കുജൻ ഇരിപ്പുണ്ട്. ആ കുജൻ്റെ നോട്ടം നേരെ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ വരും. അത് നിങ്ങൾ കയറി വരുമ്പോൾ എല്ലാം കുജൻ നിങ്ങളെ നോക്കും. 4 തവണ കുജൻ നോക്കിക്കഴിഞ്ഞാൽ പോക്കാം. ഇതിനു മുമ്പ് മന്ത്രി നാരായണൻ ഈ വീട്ടിൽ താമസിച്ചിരുന്നു, മന്ത്രി തങ്കപ്പൻ താമസിച്ചിരുന്നു, മന്ത്രി ബലരാമൻ താമസിച്ചിരുന്നു. അവരോടൊക്കെ ഞാൻ പറഞ്ഞ ഈ അടുക്കള മാറ്റിപ്പണിയണം. അവരാരും കേട്ടില്ല. അവരുടെ 3 പേരുടെയും ഗതി അറിയാമല്ലോ. ആ 2 പേര് മന്ത്രിസ്ഥാനം തെറിച്ചു എന്ന് മാത്രമല്ല, രാഷ്ട്രീയത്തിൽ നിന്ന് തെറിച്ചുപോയി. 3-ാമൻ മന്ത്രിസ്ഥാനം തെറിച്ച് പിന്നെ MLA ഒക്കെ ആയിട്ട് നടന്ന് പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ തോറ്റ് ഇപ്പോൾ ഭരണത്തിൽ കയറി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ കക്ഷി അങ്ങോട്ട് പേടിപ്പിക്കും. അപ്പോൾ ഇയാളുടനെ അല്ല അത് വേണ്ടതൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അറ്റകുറ്റപ്പണി. ഇതിന് ഉള്ള അടുക്കള കുത്തിപ്പൊളിച്ചിട്ട് വീണ്ടും അടുക്കള പണിയുക, ഉള്ള സിറ്റ് ഔട്ട് പൊളിച്ചിട്ട് വീണ്ടും സിറ്റ് ഔട്ട് പണിയുക. ഈ ബംഗ്ലാവിലേക്ക് കയറുന്ന ഗേറ്റ് ശകലം കൂടെ തെക്കോട്ട് മാറണം. അതെന്താ ഇവിടെ വെച്ചാൽ ഇവിടെ അഗ്നി ഇരിക്കുന്നു പറഞ്ഞ് പേടിപ്പിക്കും. അപ്പോൾ എന്നിട്ട് ഈ വാസ്തുക്കാരൻ തന്നെ ഈ നോട്ടമൊക്കെ നോക്കിയതിന് ഒരു 2 ലക്ഷം 2.5 ലക്ഷം രൂപ അയാൾ. പിന്നെ അതിനൊരു പൂജ ഒക്കെ ആയിട്ട് ഇതൊക്കെ പരമരഹസ്യമായിട്ടേ ചെയ്യുള്ളൂ. കാരണം ഇവരൊക്കെ പുരോഗമനവാദികളാണ്. അതുകൊണ്ട് പുറത്താരും അറിയാതെ രഹസ്യമായിട്ട് ചെയ്യും. ഇപ്പോൾ VD സതീശന് ചാനലുകളിലൊക്കെ നല്ല പിടിപാടാണ്. ചാനലുകളിൽ പുള്ളിയെ മോശം പറയാൻ ആരും സമ്മതിക്കില്ല. പുള്ളിയെപ്പറ്റി ഒരു മോശം വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വിനു വി ജോൺ, ഷാനി പ്രഭാകർ, നമ്മളുടെ സുജയ പാർവതി, എൻ്റെ അമ്മ സുജയ പാർവതിയുടെ കൗണ്ടർ അറ്റാക്ക് കാണണം. VD സതീശനെ പറ്റി വി എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവർ ചാടി വീഴും. എന്താ വിക്ക് എന്താ കുഴപ്പം, VDക്ക് എന്താ കുഴപ്പം, VDക്ക് എന്താ കുഴപ്പം പറ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്വാസം വിടാതെ ഒയ്യോ എതിരെ ഇരിക്കുന്ന ആൾ തെറിച്ചു പോകും. ഇത്രയധികം VD സതീശനെ സ്നേഹിക്കുന്ന മാധ്യമങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും അതൊരു പ്രത്യേക കഴിവാണ് കേട്ടോ, അത് സമ്മതിച്ചേ പറ്റുള്ളൂ. ഇത്രയധികം മാധ്യമങ്ങളിൽ ഇത്രയധികം സ്വാധീനം ഒരു മനുഷ്യനുണ്ടാവുക എന്ന് പറയുന്നത് അതിൻ്റെ പുറകിൽ പണമുണ്ടാകാം, മറ്റ് സ്വാധീനങ്ങളുണ്ടാകാം, മറ്റേതെങ്കിലും രീതിയിൽ ഇവരെയൊക്കെ തൻ്റെ വശത്താക്കാനുള്ള ടെക്നിക്ക്, ആ ഒരു കല, അത് VD സതീശൻ മാസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് എത്ര നേരം നിൽക്കും എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഇൻവേരിയബിളി തെറ്റും. കാരണം ഇതൊക്കെ കറക്റ്റിന് പുറകിലുള്ള ഇത് എന്നെപ്പറ്റി ഇങ്ങനെ വേണം പറയാൻ കേട്ടോ, അതൊക്കെ ഞാൻ ഏറ്റു എന്നൊക്കെ പറയുന്ന കാര്യം പിന്നീട് ഇത് കണക്ക് പറച്ചിലായിട്ട് താൻ അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേടൂ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയെത്തും. ഇതൊക്കെ എങ്ങോട്ട് പോകും എന്നറിയില്ല. ഏതായാലും VD സതീശൻ ഇപ്പോൾ സ്കോർ ചെയ്ത് നിൽക്കുകയാണ്. ബട്ട് ഈ സ്കോറിങ് പോകാൻ പോകുന്നത് KSRTCയുടെ കാര്യത്തിൽ ഈ ജൂൺ 15 മുതൽ അത് സംഭവിക്കും. ഈ അറ്റകുറ്റപ്പണി മഹാനാണക്കേടാണ്. അത് ഇന്ന് തന്നെ സംഭവിച്ചു കഴിഞ്ഞു. വാസ്തവത്തിൽ അടുത്ത പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിക്കേണ്ടതാണ്, നിങ്ങൾ കേരളത്തിൻ്റെ ഈ സാമ്പത്തിക സ്ഥിതിയിൽ എന്ത് അറ്റകുറ്റപ്പണിയാണ് ഈ ചെയ്യാൻ പോകുന്നത്? 80 ലക്ഷം രൂപ മുടക്കി അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ ആ ബംഗ്ലാവ് എത്ര വലുതായിരിക്കും? എന്താണ് അവിടെ പണി? പെയിൻ്റ് അടിക്കലാണോ അതോ എന്താ? പെയിൻ്റ് അടിക്കൽ ഒരു അറ്റകുറ്റമൊന്നുമല്ല കേട്ടോ. പെയിൻ്റ് അടിച്ചില്ലെങ്കിലും കെട്ടിടം അതുപോലെയൊക്കെ നിൽക്കും. ബട്ട് ഇതെന്താണ് സാധനം എന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതും കൂടെ VD സതീശൻ
വ്യക്തമാക്കി കഴിയുമ്പോഴേ മെല്ലെ കാര്യങ്ങൾ തെളിഞ്ഞു വരികയുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ തെളിഞ്ഞു വരട്ടെ. വി ഡി സതീശന് സമയം കൊടുക്കാം. ഇല്ല, നമ്മൾ കൊടുത്തില്ലെങ്കിൽ അങ്ങേരെ എടുക്കില്ലേ സമയം? അങ്ങേരെ മുഖ്യമന്ത്രിയല്ലേ എന്ന്. ഞാനും നിങ്ങളും അങ്ങേർക്ക് സമയം കൊടുക്കണം. എന്താ സമയം നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്നു? സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. വി ഡി സതീശൻ സമയം എടുത്താൽ എടുത്തു. അത് നമ്മൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, പുള്ളി അങ്ങ് എടുത്താൽ മതി. ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ ഈ മന്ത്രിസഭയുടെ ചെമ്പ് തെളിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. താങ്ക് യു.